ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ട്. എന്താ തട്ടിപ്പെന്നറിയോ? എൻ്റെ നാട്ടുകാരോട് പോയിട്ട് പറയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ജിന്നളകുന്നു എന്നും പറഞ്ഞിട്ട്. വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ. അത് ഞാൻ അങ്ങനെ ആടിയിട്ടേ ഇല്ല എന്നാ മൂപ്പര് പറയണത്. മൂപ്പര് പറയണേ ഞാൻ അങ്ങനെ സ്റ്റേജും വന്ന് ആടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ആടിയത്? ഞാൻ ചെറിയൊരു ആട്ടം അങ്ങനെ ആടി. അത് മൂപ്പര് കമ്പ്യൂട്ടറിൽ സ്പീഡ് കൂട്ടിയിട്ട് എന്നെ അങ്ങനെ വിറപ്പിച്ചതാണ്. അത് എൻ്റെ പേരിൽ കളവാണ്. നിങ്ങൾ മനസ്സിലായിക്കോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ മൂപ്പരുടെ ഉള്ള പ്രസംഗത്തെ ഉള്ളതുപോലെ കാണിച്ചിട്ടേ ഉള്ളൂ. ഒന്നും സ്പീഡ് കൂട്ടിയിട്ടില്ല. എണ്ണം കൂടുതലാക്കിയതിന് മാത്രം, ഒരിക്കൽ കാണിക്കേണ്ടത് 3 എണ്ണാക്കിയതിന് മാത്രം സ്പീഡ് കൂട്ടുകയോ കോലം മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പര് കളിച്ച അതേ കോലത്തിലേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ മൂപ്പര് എന്ത് ചെയ്യാണ്? എൻ്റെ നാട്ടിൽ പോയിട്ടെന്നറിയോ, മൂപ്പര് എൻ്റെ കോലം മൂപ്പര് സ്പീഡ് കൂട്ടാതെ രക്ഷല്ല. കാരണം ഞാൻ വേറെ ആടിയ രംഗല്ല. അപ്പൊ എൻ്റെ കോലം മൂപ്പര് സ്പീഡ് കൂട്ടിയിട്ടാണ് മൂപ്പര് കട്ടുപ്പാറത്തെ CD ഇറക്കിയിട്ടുള്ളത്. സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ തുള്ളിക്കാണ്, സ്പീഡ് കൂട്ടുകയാണ്. ഞാൻ തുള്ളിയിട്ടില്ലാത്ത ഒരു രംഗം സ്പീഡ് കൂട്ടുകയാണ് മൂപ്പര് ചെയ്യുന്നത്. എന്നാൽ വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഞാൻ മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പരുടേതായ ആ പ്രത്യേകമായ സീന് ഞാൻ ഒരിക്കലും ഒരു കൃത്രിമം കാണിക്കാതെയാണ് ചെയ്തത്. ഇനി മൂപ്പര് എൻ്റെ പേരിലൊരു കളവ് പറയണം. എന്താ അറിയോ? എൻ്റെ യഥാർത്ഥ സീന് കണ്ടോളൂ എന്ന് പറഞ്ഞു മൂപ്പര് പഴയ പ്രസംഗത്തിൽ എന്നെ വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ പതുക്കെ ആടുന്നത് കാണിച്ചു. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഐക്യവും ഭിന്നതയും എന്ന പേരിൽ ഇവിടെ നടന്ന മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പര് എന്ത് ചെയ്തിരുന്നു? വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടിയിരുന്നു. അത് കാണിച്ചിട്ട് മൂപ്പര് പറയണ, ഇപ്പൊ കണ്ടില്ലേ, ഇത്രേ ഞാൻ ആടിയിട്ടുള്ളൂ. ഇത് ഹുസൈൻ സലഫി എന്ത് ചെയ്തു? അതിങ്ങോട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഭയങ്കര ജോറിൽ അങ്ങ് ആട്ടം കാണിച്ചു എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ മൂപ്പരുടെ ആട്ടം കൂട്ടിയിട്ടില്ല. എനിക്കെന്തിനാ മൂപ്പര ആട്ടേണ്ട കാര്യം? എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. മൂപ്പര് ചെയ്ത സംഗതിയാ ചെയ്ത്. മാത്രമല്ല, അയാൾ പറയുന്ന ആദ്യത്തെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്തായാലും പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം കാണുമ്പോൾ ആ സ്റ്റേജാണോ നമ്മൾ കാണിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കാണിച്ച സീന് അയാൾ കാണിച്ച സീനല്ല. അയാൾ വെറുതെ കളവ് പറയാണ്. എന്തിനത്രയും പറയുന്നറിയോ? ഈ CD ഒന്ന് ഒരു നിഷ്പക്ഷനായ ഒരു മനുഷ്യനൊന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ ആർക്കും അറിയില്ലേ ആരാ കൃത്രിമം ചെയ്തതെന്ന്. ഞാൻ മൂപ്പരുടെ പഴയ സീനിൽ ഒരിക്കലും കുലുക്കൽ കൂട്ടിയിട്ടില്ല. അയാൾ കാണിക്കുന്നതിനല്ല ഞാൻ കാണിച്ചത്. അയാൾ കാണിക്കുന്നത് പഴയ പ്രസംഗത്തിലെ ഭാഗമാണ്. ഞാൻ കാണിച്ചതോ രണ്ടാമത്തെ പ്രസംഗത്തിലെ ഭാഗമാണ്. അത് സ്റ്റേജും വേദിയും അയാളുടെ നിൽപ്പും മൈക്കും, ഇടത്തെ കയ്യിൽ മൊബൈല് അയാൾ കാണിച്ചതിൽ, ഞാൻ കാണിച്ചതിലോ വലത്തെ കയ്യിൽ മൊബൈല്, ഞാൻ കാണിച്ചതിലോ ബാക്കിൽ നീല സ്ക്രീന്. പരിപാടി തന്നെ വേറെയാണ്, പ്രോഗ്രാം തന്നെ വേറെയാണ്. എന്നിട്ട് എൻ്റെ പേരിൽ കളവ് പറയാ. എന്തിനാ ഈ കളവൊക്കെ പറയുന്നതെന്നറിയോ? മൂപ്പർക്ക് എന്തൊന്ന് സ്പീഡ് കൂട്ടണം, എൻ്റെ ആ പ്രോഗ്രാമിനൊന്ന് സ്പീഡ് കൂട്ടി കാണിക്കണം. അതിന് ന്യായീകരണം കണ്ടെത്താൻ ആദ്യം ഒരു നോണ ഉണ്ടാക്കുകയാണ്. ഇനി മൂപ്പർ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കള്ളത്തരം ശരിക്കും മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോണ് കൈപിടിച്ചിട്ട് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽവേഗം എന്നോ പറഞ്ഞു. അത് മൗലവി എന്നെ പരിഹസിച്ചിട്ട് കുപ്പിയാന്നൊരൊറ്റ ആട്ടാടി. ആ ആടിയത് ഞാനൊന്ന് എടുത്ത് ഉദ്ധരിച്ചു പിറ്റേത്തെ പ്രസംഗത്തിൽ. അത് മൂപ്പര് പിടിച്ചിട്ട് ഒന്നും കൂടി കുലുക്കിയിട്ട്, കണ്ടോ പേരോണ്ട് ജിന്നളകുന്നതെന്ന് പറഞ്ഞിട്ട് മൗലവി കാണിക്കാൻ. അപ്പൊ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാൻ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആടിയതിന്റെ ഒറിജിനൽ. പിന്നെ കാണിക്കാൻ പോകുന്നത് മൗലവി ആക്കി തീർത്തത്. ആദ്യം ഒറിജിനൽ വരട്ടെ. നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവു തീരം നൽകും ഞാനെന്നോവർ. ഒരു മിനിറ്റ്, അത് കണ്ടില്ലേ? ഇതാണ് മൂപ്പര ഒറിജിനൽ. ഈ ഒറിജിനലും മേൽ ഞാൻ കൃത്രിമം കാണിച്ച് സ്പീഡിൽ കാണിച്ചു എന്നാ മൂപ്പര് പറയാൻ പോണത്. കളവാണത്, കളവാണ്. ഞാൻ മൂപ്പരുടെ അത് വേറെ ദിവസത്തെ പ്രസംഗം അയാൾ കാണിക്കുന്നത് അതല്ല. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല. കാണിക്കുന്നത് തന്നെ ഒറിജിനലാണ്. ഇനി ഒറിജിനലാണോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്തേ വേണ്ടെന്നറിയോ? ഞാൻ ആ കാണിച്ച സീന് അവരിറക്കിയ CD വാങ്ങുക. അവരിറക്കിയ രണ്ടാം പ്രഭാഷണത്തിന്റെ CD നിങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് കാണുക. എന്നിട്ട് ഹുസൈൻ സലഫി ഇയാൾ ആടിയതിനേക്കാൾ കൂടുതൽ ഇയാൾ ആട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ അറിയാലോ.
ഞാൻ കാണിച്ച സീൻ ഏതാണ്, ഇയാൾ കാണിച്ച സീൻ രണ്ടും രണ്ടാണ്. ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇയാൾ ഇക്കാണിച്ച സീൻ ഞാൻ ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ടില്ല. എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഇതൊക്കെ എന്തിനാത്ര പറയുന്നതെന്നറിയോ? ഇവർ ഈ രൂപത്തിൽ കൃത്രിമം കാണിക്കുമ്പോൾ എന്തൊക്കെ കൃത്രിമങ്ങൾ അവർ പിന്നെ കാണിച്ചു കൂടാത്തത്? ഇനി മൂപ്പര് പറയുന്നത് ഞാൻ ഏതാ കാണിച്ചത്, അതാണ് എന്നെ ജിന്നാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. അത് 3 പ്രാവശ്യം കാണിക്കുന്നുണ്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം സമയം പോക്കണ്ട വെച്ചതാ. കണ്ടോ? അപ്പൊ അതാണ് നമ്മൾ കാണിച്ചത്. അത് എന്തിനാ പറയണത്? ആദ്യം കാണിച്ചതിന്റെ സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അപ്പത് അയാൾ ആദ്യം കാണിക്കുമ്പോൾ സൈഡിൽ നിന്നുള്ളതല്ലേ വ്യൂ, വേറെ സ്റ്റേജ് അല്ലേ, വേറെ മൈക്കല്ലേ, ഇടത്തെ കയ്യിലല്ലേ ആദ്യം ഇയാൾ കാണിച്ച സീനിൽ മൊബൈലുള്ളത്. ഇയാൾ ഇപ്പോൾ ആടുമ്പോൾ കാണുന്ന സ്റ്റേജിൽ ബാക്കിൽ നീല സ്ക്രീനല്ലേ ഉള്ളത്, അയാളുടെ വലത് കയ്യിലല്ലേ മൊബൈലുള്ളത്. എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഞങ്ങൾ ആട്ടം കൂട്ടിയിട്ടില്ല, നിങ്ങൾ ഇറക്കിയ CD വാങ്ങിയിട്ട് കാണ്. ഈ കാണിച്ച ഇതേപോലെ നിങ്ങൾ കുലുങ്ങിയിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഈ രൂപത്തിലുള്ള അപരാധങ്ങൾ പറയുന്നത്? എന്നിട്ട് മൂപ്പര് എൻ്റെ ഒരു ഭാഗം പ്രത്യേകമായിട്ട് സ്പീഡിൽ കുലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറിജിനലായിട്ട് ചെറുതായിട്ടൊന്ന് ആടുന്നതെടുത്തിട്ട് മൂപ്പര് കൂട്ടുകയാണ്. ഞാൻ എൻ്റെ ഭാഗം ഒന്ന് കണ്ടോളൂ നിങ്ങൾ, ഞാൻ എന്താണ് ഇവിടെ ചെയ്തത് എന്ന്. നല്ല നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ. കണ്ടോ? ഈ ഭാഗമാണ് മൂപ്പര് പിന്നെ സ്പീഡിൽ കൂട്ടിയിട്ട് ഒരു കോലത്തിലാക്കി തീർത്തത്. ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ? നിങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞു. ആർക്കാ തർക്കം? നിങ്ങൾ ആടിയതിൽ അപ്പുറം ഒന്നും ചെയ്തില്ല. ആർക്കും അത് പരിശോധിക്കാം. നിങ്ങൾ ഐക്യവും ഭിന്നതയും എന്ന CD-യിലെ ഭാഗമായി ഇയാൾ കാണിച്ചത്, അതിൽ സ്പീഡ് കൂട്ടിനാ എൻ്റെ പേരിൽ കളവ് പറഞ്ഞത്. അത് കളവാണ്. ഞാൻ അതിൽ സ്പീഡ് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ 2ാം പ്രഭാഷണത്തിൽ ബാക്കിൽ നീല സ്ക്രീനുള്ള സ്റ്റേജിൽ നിങ്ങൾ നിന്ന് വലത്തെ കയ്യിൽ മൊബൈൽ പിടിക്കുന്ന അതാണ്. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ സീനിൽ ഇടത് കയ്യിലാണ് മൊബൈല്, 2ാമത്തെ സ്ക്രീനിൽ വലത് കയ്യിലാണ് മൊബൈല്. കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ്? വേറെ സ്റ്റേജ്, വേറെ വേദി, എന്നിട്ട് എൻ്റെ പേരിൽ കളവ് പറയാ. എത്ര കൃത്യമായിട്ടാ! വെറുതെയാണോ സുഹൃത്തുക്കളെ ഇയാൾ കട്ടുപ്പാറ പോകുന്നതിന്റെ മുമ്പ് 2 ദിവസം ഉറങ്ങിയില്ല എന്ന് പറഞ്ഞത്? എന്റെ നാട്ടിക്ക് പോവല്ലേ? അവ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ഇനി എന്തൊക്കെ തട്ടിപ്പാ കാണിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് ഈ സാധനത്തിന് 2 ദിവസം ഉറക്ക് വന്നില്ലാന്ന് ഞാനല്ല പറയണത്, മൂപ്പരാ പറയണത് കേട്ടോ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടിയില്ല, മിഞ്ഞാന്ന് രാത്രി സമയം കിട്ടിയില്ല, ആകെ 2 മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയും ക്ലിപ്പിംഗ് ശരിയാക്കണമെങ്കിൽ നല്ല സമയം വേണം, കിതാബുകൾ നോക്കണമെങ്കിൽ സമയം വേണം. ഈ രൂപത്തിലൊക്കെ കോട്ടിമാട്ടണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേ? ആലോചിച്ചിരുന്നു മൂപ്പര്, ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഓരോ വിഷയത്തിലും ഈ രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹം പറയുന്നൊരു കാര്യം,